BJP തിരുമല അനിലിന്റെ ആത്മഹത്യക്ക് പിന്നാലെ ഈ ഒരു ആത്മഹത്യ കൂടി വരുമ്പോൾ ചെന്നെത്തിയിട്ടുള്ളത്? അരുൺ, കേൾക്കാമോ? തൃക്കണ്ണപുരത്ത് വിമത സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരുന്ന RSS നേതാവായ ആനന്ദ് ആണ് ആത്മഹത്യ ചെയ്തത്. മാധ്യമങ്ങൾക്ക് ആത്മഹത്യാക്കുറിപ്പ് വാട്സപ്പായി അയച്ചതിന് ശേഷമായിരുന്നു ഈ ആത്മഹത്യ. BJP RSS പ്രവർത്തകരെ എൻ്റെ ഭൗതിക ശരീരം കാണാൻ പോലും അനുവദിക്കരുത് എന്ന് എഴുതി വെച്ചിട്ടാണ് ഈ ആത്മഹത്യയിലേക്ക് പോയത്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. പക്ഷേ BJPക്കകത്ത് തിരുവനന്തപുരത്ത് നേരത്തെ തിരുമല അനിലിൻ്റെ ആത്മഹത്യ ഏറെ ചർച്ചയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ആനന്ദ് കെ തമ്പി എന്ന യുവ നേതാവ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഞാൻ ചോദിച്ചത് ഈ പാർട്ടി എത്തിച്ചേർന്നിട്ടുള്ള ഒരു പ്രതിസന്ധി, ഈ വിഷയത്തിൽ ഒരു വിശദീകരണം നൽകുന്നതിനപ്പുറത്തേക്ക്, ഇങ്ങനെ ഒരു റിട്ടേണായ ഒരു വിശദീകരണത്തിനപ്പുറത്തേക്ക് ആളുകളെ, പ്രവർത്തകരെ ഇത് ബോധ്യപ്പെടുത്തണമെങ്കിൽ എൻ്റെ മൃതദേഹം പോലും കാണിക്കരുതെന്ന് എഴുതി വെച്ചൊരു യുവ നേതാവ് ആത്മഹത്യ ചെയ്യുമ്പോൾ പാർട്ടി എത്തിയിട്ടുള്ള ഒരു കുരുക്കെന്താണ്? തീർച്ചയായിട്ടും BJPയെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. കാരണം ഇത്തരത്തിൽ ഇദ്ദേഹത്തിന് BJPയുമായി ഒരു ബന്ധവുമില്ല. സ്വാഭാവികമായി അനിലിന്റെ ആ കുറിപ്പ് വായിച്ചാൽ, അനിലിന്റെ പശ്ചാത്തലം അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാകും BJPയുടെ RSS സജീവ പ്രവർത്തനം. പക്ഷേ എത്ര പെട്ടെന്നാണ് BJPയുടെ സിറ്റി ജില്ലാ അധ്യക്ഷൻ ആ ഒരു പ്രവർത്തകനെ, നേതാവിനെ തള്ളിപ്പറഞ്ഞെന്ന് കൂടി നമ്മൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ബന്ധവുമില്ല BJPയുമായി, സമീപകാലത്തും BJPയുമായി RSSുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരാളെന്ന് തള്ളിപ്പറയുകയാണ് BJPയുടെ നേതൃത്വം ചെയ്തിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് എങ്ങനെ അവർക്ക് ഈ വിഷയം പറഞ്ഞു നിൽക്കാൻ കഴിയും? ഇപ്പോൾ BJPയുടെ ഈ ഒരു ബന്ധമില്ല നേതാവിനെ കാണാൻ അല്പസമയം BJPയുടെ ആഴ്ചകൾക്ക് മുമ്പ് വരെ BJPയുടെ സംസ്ഥാന സെക്രട്ടറിയായ C. ശിവൻകുട്ടി ഇവിടെ എത്തി. അദ്ദേഹം പുറത്ത് മാധ്യമങ്ങളെ കാണാൻ തയ്യാറായില്ല. അദ്ദേഹം ഒരു കാറിൽ വന്ന് ആനന്ദിനെ കണ്ട ശേഷം പുറത്തേക്ക് പോയി. ഒരു ബന്ധവുമില്ലാത്ത നേതാവിനെ, ഒരു പ്രവർത്തകനെ കാണാനാണോ ഇങ്ങനെ BJPയുടെ പ്രധാനപ്പെട്ട നേതാവ്? അല്പകാലം മുമ്പ് വരെ അദ്ദേഹം BJPയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ഈ പുതിയ പുനഃസംഘടനയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം നഷ്ടപ്പെടുകയായിരുന്നു. അത്തരം നേതാക്കളൊക്കെ ഇവിടെ വരുമ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ കരമന ഉന്നയിച്ച ആരോപണങ്ങൾ അല്ലെങ്കിൽ ആ ഒരു വാദം എത്രത്തോളം നിലനിൽക്കുമെന്ന സംശയം കൂടി ഉണ്ട്. ഏതായാലും ഇപ്പോൾ ഈ പ്രതിസന്ധിയിലാവുന്ന BJPക്ക് തൽക്കാലത്തേക്കിനും പിടിച്ചെടുക്കാൻ അത്തരം വാദമുഖങ്ങൾ ഉന്നയിച്ചേ മതിയാകൂ എന്നുള്ളതാണ് വസ്തുത. അത്രയധികം പ്രതിരോധത്തിലായി കഴിഞ്ഞു തലസ്ഥാന ജില്ലയിലെ BJP നേതൃത്വം. ഇപ്പോഴും ഒരുപക്ഷെ അവിടെ നിൽക്കുന്ന നേതാക്കൾ പ്രധാനപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എന്ന്, നമ്മളെ ഈ ആശുപത്രിക്ക് പുറത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അകത്ത് ആരൊക്കെ ഉണ്ട് എന്ന കാര്യത്തിൽ വ്യക്തമായി നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. ഏതായാലും ശിവൻകുട്ടിയെ പോലെ നേതാക്കളൊക്കെ സ്വാഭാവികമായി ഇവിടേക്ക് വന്നു കഴിഞ്ഞു. കരമന ജയനൊക്കെ ഇവിടെ വരുമോ എന്ന കാര്യത്തിൽ വ്യക്തതയുമില്ല. ഇപ്പോഴും ചില നേതാക്കളുമൊക്കെ പ്രാദേശിക നേതാക്കളാണെന്ന് കരുതുന്നു അവിടെ ഉണ്ട്. ആനന്ദിന്റെ കുടുംബാംഗം നേരത്തെ ഇവിടെ വന്ന് പോയിട്ടുമുണ്ട്. അതീവ ഗുരുതരമായ ഒരു സംഭവമാണ്. BJPയെ വലിയ പ്രതിരോധത്തിലാക്കാൻ പോകുന്ന ഒരു സംഭവമാണ് തിരുമല അനിൽ ആത്മഹത്യ. അതിനുശേഷം MS കുമാറിനെ പോലുള്ള സംസ്ഥാനത്ത് തന്നെ BJPയുടെ മുതിർന്ന നേതാക്കളുള്ള ഒരാളായ MS കുമാറിന്റെ ചില വെളിപ്പെടുത്തലുകൾ, അദ്ദേഹം പറഞ്ഞും പറയാതെയുമുള്ള കാര്യങ്ങൾ, ഇനിയും നിരവധി കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച കാര്യങ്ങൾ, അതിനുശേഷമുള്ള BJP നേതാക്കളുടെ പ്രതികരണങ്ങൾ, അത്തരമൊരാൾക്ക് എതിരെ എന്ത് നടപടിയെടുക്കുമെന്ന ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാത്ത BJP ഇപ്പോൾ അതിനുശേഷം ഈ ആനന്ദ് എന്ന യുവാവ് കൂടി ആത്മഹത്യ ചെയ്യുമ്പോൾ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാവുകയാണ് BJP. തലസ്ഥാന ഭരണം പിടിക്കാൻ, സംസ്ഥാന നിയമസഭയിൽ വലിയ പ്രകടനം നടത്താനൊക്കെ ഒരുങ്ങുന്ന തലസ്ഥാനത്തെ BJPയെ വെട്ടിലാക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് അവരുടെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇപ്പോൾ ഉയർന്നു വരുന്നത്. അവരുടെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിനെതിരെ വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. മണ്ണ് മാഫിയ സംഘമാണ് തൃക്കണ്ണാപുരം, തിരുമല മേഖലകളിൽ ഉള്ളത്. അവർക്ക് ശക്തി പകരാനാണ് ഇപ്പോഴത്തെ ആ സ്ഥാനാർത്ഥിയെ ഇറക്കിയിരിക്കുന്നതെന്നൊക്കെ ആരോപണങ്ങൾ ആനന്ദ് ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും ഇങ്ങനെയൊന്നും തള്ളിപ്പറഞ്ഞ് ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു മാത്രം മറുപടി പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല BJP എത്തിയിട്ടുള്ളത്. വളരെ വലിയൊരു പ്രതിസന്ധിയിലാണ്. ഇപ്പോഴും പല വാർഡുകളിലും BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റു പലയിടങ്ങളിലും വിമത ഭീഷണിയുണ്ട്. നേമം ഏരിയ പ്രസിഡന്റ് രാജിവെച്ചതാണ്. ഒരു രാജിക്കത്ത് മാധ്യമങ്ങളിൽ, നമ്മളടക്കമുള്ള മാധ്യമങ്ങളുടെ പുറത്തു വന്നു. രാത്രിക്ക് രാമാനം അദ്ദേഹത്തെ അനുനയിപ്പിച്ചോ അല്ലെങ്കിൽ എങ്ങനെയോ തിരികെ
പാർട്ടിയിലേക്ക് കൊണ്ടുവന്നു. രാജിവെച്ചിട്ടില്ല എന്ന അവകാശവുമായി നേതൃത്വം രംഗത്തെത്തി. അതേ നിയമത്തെ മണ്ഡലം പ്രസിഡന്റ് രാജിവെച്ച് കഴിഞ്ഞ ദിവസം രാജിവെച്ചിരിക്കുന്നു. തിരികെ വന്നു നേതൃത്വം പറയുമ്പോഴും ഞാൻ തിരികെ ഇല്ല എന്ന് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കുന്നു. അതിന് പിന്നാലെ ആനന്ദിന്റെ ഈ ആത്മഹത്യ, എന്തെല്ലാമോ സംഭവിക്കുന്നു BJP-യിൽ, എന്തൊക്കെയോ അസംതൃപ്തികൾ ശക്തമായി BJP നേതൃത്വത്തിനെതിരെ ഉയരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അത് എത്രത്തോളം ആഴത്തിലുള്ള പ്രശ്നമാണ്, എത്രത്തോളം BJP-യെ ബാധിക്കുന്ന വിഷയമാണെന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ BJP-യുടെ നേതൃത്വം ഒരു പരിധിവരെ വലിയ പ്രതിരോധത്തിലാണ്, പ്രതിസന്ധിയിലാണ്. ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കുമെന്ന് അറിയാത്ത ഒരു സാഹചര്യമാണ്. വളരെ കൃത്യമായി പേരെടുത്തു പറഞ്ഞുകൊണ്ടാണ് BJP-യുടെ RSSന്റെ പ്രാദേശിക നേതാക്കളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ആനന്ദിന്റെ ആത്മഹത്യാക്കുറിപ്പ്. അതുതന്നെയാണ് BJP നേതൃത്വത്തെ മറുപടിയില്ലാതെയാക്കി മാറ്റുന്നതും. ഇനി പൂർണ്ണമായും കരമനയൻ പറഞ്ഞതുപോലെ BJP-യുമായും RSSുമായും ഒരു ബന്ധവുമില്ലാത്ത എന്നൊക്കെ പറഞ്ഞ് തീർക്കുമോ ആനന്ദിനെ? അങ്ങനെ ആരോപണത്തിൽ മാത്രം കുടുക്കിയിടുമോ എന്ന കാര്യമൊക്കെ ഇനി അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും ആദ്യ പ്രതികരണം തീർത്തും ശരിയെന്ന് നമുക്ക് പറയാൻ കഴിയാത്തൊരു പ്രതികരണമാണ്. ആനന്ദിന്റെ പശ്ചാത്തലം അറിയുന്ന ആർക്കും അത്തരത്തിൽ അതിനെപ്പറ്റി ഇപ്പോൾ കരമന ജയൻ പറഞ്ഞ കാര്യം ആ രീതിയിൽ വിശ്വസിക്കാനാവുന്നില്ല. ഇന്നും ഞാൻ ആനന്ദിന്റെ പ്രദേശത്ത് പോയി അവിടെ ആനന്ദിനെ കണ്ടതാണ്. ആനന്ദിന്റെ ഫേസ്ബുക്ക് കുറിപ്പുകളൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. എത്രത്തോളം പാർട്ടിയോട്, ആ സംഘടനയോട്, RSS സംഘടനയോട് ആഭിമുഖ്യമുള്ള, എത്രത്തോളം അതിനെ സ്നേഹിക്കുന്ന ഒരു യുവാവായിരുന്നു ആനന്ദ് എന്ന കാര്യം വ്യക്തമാണ്. ആ യുവാവാണ് ഇപ്പോൾ മരണത്തിലേക്ക്. അതും ശരിയാണ് അരുൺ, അത്യന്തം ദുഃഖകരമാണ്. പ്രത്യേകിച്ച് ഒരു മാധ്യമപ്രവർത്തകൻ എന്നതിനപ്പുറത്തേക്ക് നമുക്ക് ചില സമയങ്ങളിൽ വ്യക്തിപരമായി പോലും നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ദുഃഖം തോന്നുന്ന തരത്തിൽ വലിയ പ്രയാസമുണ്ടാക്കുന്ന ഒരു വാർത്തയാണത്. അതേസമയം BJP-യുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ അത് അത്ര പെട്ടെന്ന് ദഹിക്കാത്തതാണ്. ആനന്ദ് കെ തമ്പി BJP പ്രവർത്തകനല്ലെന്നും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇയാളുടെ പേര് വന്നിട്ടില്ലെന്നും BJP ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ പ്രതികരിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് ഇയാൾ RSS പ്രവർത്തകനായിരുന്നു. സംഭവത്തിൽ ദുഃഖമുണ്ട്, പക്ഷേ ഈ ആരോപണവുമായി ബന്ധമില്ല എന്നാണ് BJP-യുടെ ഭാഗത്തു നിന്ന് വരുന്ന ആദ്യ പ്രതികരണം. ലൈവ് at 6 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പ്രാദേശിക വോട്ട് വിശേഷങ്ങളുമായി നാട്ടിലോട്ട് കാണാം.